2003 ഏറ്റവും വലിയ വിജയങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ മിസ്റ്റർ ബ്രഹ്മചാരി. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിലെത്തിയത് മാർച്ച് 13-നായിരുന്നു. ഭേദപ്പെട്ട അഭിപ്രായം നേടിയ ചിത്രം എബോ ആവറേജ് വിജയമാണ് നേടിയത്. 9ാം സ്ഥാനത്തുള്ളത് ഏപ്രിൽ 11-ന് തിയേറ്ററിലെത്തിയ സിബി മലയിൽ ചിത്രം എന്റെ വീട് അപ്പുവിന്റെയും. ജയറാം, കാളിദാസ് ജയറാം, ജ്യോതിർമയി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ ഹിറ്റായി മാറി. 8ാമത്തെ ഏറ്റവും വലിയ വിജയം ഷാഫി സംവിധാനം ചെയ്ത പുലിവാൽ കല്യാണം. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ ജയസൂര്യയും കാവ്യമാധവനുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഗംഭീര അഭിപ്രായം നേടിയ ചിത്രം തിയേറ്ററിൽ ഹിറ്റായി മാറി. 7ാം സ്ഥാനത്തുള്ളത് ലോഹിതദാസിന്റെ കസ്തൂരിമാൻ. കുഞ്ചാക്കോ ബോബനും മീര ജാസ്മിനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം തിയേറ്ററിലെത്തിയത് ഏപ്രിൽ 4-നായിരുന്നു. മികച്ച അഭിപ്രായം നേടിയ ചിത്രം തിയേറ്ററിൽ സൂപ്പർ വിജയമാണ് നേടിയത്. 6ാമത്തെ ഏറ്റവും വലിയ വിജയം കമലിന്റെ സ്വപ്നക്കൂട്. സെപ്റ്റംബർ 5-ന് തിയേറ്ററിലെത്തിയ ചിത്രം യുവാക്കളെ ആകർഷിച്ച് മികച്ച വിജയം നേടി. 5ാമത്തെ ഏറ്റവും വലിയ വിജയം സത്യനന്ദിക്കാട് ജയറാം ടീമിന്റെ മനസ്സിനക്കരെ. ഡിസംബർ 25-ന് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് രഞ്ജൻ പ്രമോദായിരുന്നു. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടെത്തിയ ഈ സത്യനന്ദിക്കാട് ചിത്രം എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത്. ഏറ്റവും വലിയ 4ാമത്തെ വിജയം ദിലീപിന്റെ തിളക്കം. ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് റാഫി മേക്കാട്ടിനായിരുന്നു. ഏപ്രിൽ 11-ന് വിഷു റിലീസായി എത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരെയും യുവാക്കളെയും ആകർഷിച്ച് വമ്പൻ ഹിറ്റായി മാറി. 2003-ലെ ഏറ്റവും വലിയ 3ാമത്തെ വിജയം മമ്മൂട്ടിയുടെ ക്രോണിക് ബാച്ചിലർ. സിദ്ദിഖ് സംവിധാനം ചെയ്ത ചിത്രം ഗംഭീര അഭിപ്രായം നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടി. ഏപ്രിൽ 16-ന് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ രംഭയായിരുന്നു മമ്മൂട്ടിയുടെ നായികയായി എത്തിയത്. വമ്പൻ താരനിര അണിനിരന്ന ചിത്രം എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി. ഏറ്റവും വലിയ 2ാമത്തെ വിജയം ദിലീപിന്റെ CID മൂസ. ഉദയകൃഷ്ണ CBK തോമസ് ആണ് ചിത്രത്തിന് രചന നിർവഹിച്ചത്. സംവിധാനം ചെയ്തത് ജോണി ആന്റണി. ജൂലൈ 4-ന് തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ ഭാവന ദിലീപിന്റെ നായികയായെത്തി. വമ്പൻ താരനിര അണിനിരന്ന ചിത്രം മലയാളത്തിലെ ക്ലാസിക് കോമഡി ചിത്രങ്ങളിൽ ഒന്നായി മാറി. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ CID മൂസ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയത്. 2003-ലെ ഏറ്റവും വലിയ വിജയം മോഹൻലാലിന്റെ ബാലേട്ടൻ. VM വിനു സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് TA ഷാഹിദാണ്. ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിന് വമ്പൻ വിജയം സമ്മാനിച്ച ചിത്രമായിരുന്നു ബാലേട്ടൻ. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടെത്തിയ ഈ ചിത്രം പക്ഷേ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി വമ്പൻ വിജയമായി മാറി. ഓഗസ്റ്റ് 29-ന് തിയേറ്ററിലെത്തിയ ബാലേട്ടൻ ആ വർഷത്തെ മറ്റെല്ലാ ചിത്രങ്ങളെയും പിന്നിലാക്കി വമ്പൻ വിജയമായി. 150 ദിവസത്തിലേറെയാണ് കേരളത്തിൽ മോഹൻലാലിന്റെ ഈ ചിത്രം പ്രദർശിപ്പിച്ചത്.